ടീച്ചർ വന്നു. വന്നോ? കേറി വാ. ഇതുകൊണ്ടാ ദേശേ സുഖമായി പോണു. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഓ ഇല്ല. ഇത് ആദികേഷിന്റെ രണ്ടാമത്തെ ചേച്ചി. എന്താ പേര്? കൃഷ്ണ. ആ ഭാഗത്തിരിക്കവാ. ഈ ടീച്ചർമാരെന്തിനാ വീട്ടിൽ കയറി ഇറങ്ങുന്നത്? അത് ഈ പിള്ളേരുകളുടെ വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ വരും, അതാണ്. കൃഷ്ണ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു, ജോലിക്ക് നോക്കുന്നുണ്ട്. ആ അത് ആദികേഷിന്റെ അച്ഛമ്മയാട്ടോ. ഇത് മൂത്ത ചേച്ചി മാധവീന പേരും മധുന്ന് വിളിക്കും നിങ്ങൾ. ആദികേശന്റെ രണ്ട് ചേച്ചിമാരും കൂടെ പുന്നാരിച്ചായിരിക്കുമല്ലേ വളർത്തുന്നത്? അവര് രണ്ടാളും മാത്രമല്ല, എനിക്കൊരു മോനും കൂടി ഉണ്ട്, സഞ്ജു എന്നാ ഞാൻ വിളിക്കുന്നത്. അഗ്രികൾച്ചർ പഠിക്കും ഇപ്പൊ. ആ മക്കളെല്ലാരും വെറൈറ്റി ഫീൽഡ് ആണല്ലോ. എന്ത് പറയാനാ ടീച്ചറെ, ഒരെണ്ണത്തിന് പോലും സർക്കാർ ജോലി ഇല്ലെന്നേ. അതിനിപ്പോ എന്താ, പ്രൈവറ്റ് ജോബ് നല്ലതല്ലേ? എന്ത് നല്ലത്, ഇവരുടെ അച്ഛനുണ്ടല്ലോ, എന്റെ ഭർത്താവ് പാപ്പാടി പുരുഷോത്തമൻ വില്ലേജ് ഓഫീസറായിരുന്നു. ടീച്ചറെ കേട്ട് കാണും. ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഈ നാട്ടിലെ ഒരു അറിയപ്പെടുന്ന ഒരാളായിരുന്നു. അമ്മേ, ടീച്ചർ കേട്ടിട്ടില്ല എന്നാ പറഞ്ഞത്. ഈ ആദികേശ് എങ്ങനെയുണ്ട് ടീച്ചറെ ക്ലാസ്സിലൊക്കെ? കുറച്ച് കുസൃതിയൊക്കെ ഉണ്ട് അല്ലേ ആദികേശേ? ഒരുപാട് കുസൃതി കാണിക്കുകയാണെങ്കിൽ 2 എണ്ണം കൊടുത്തേക്ക്. കുടിക്ക ടീച്ചർ. അല്ല, ആദികേശിന്റെ അച്ഛനെ കണ്ടില്ലല്ലോ. അല്ല, പറയുന്ന പോലെ അച്ഛനിവിടെ മക്കളെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നോക്കിയടി ഒന്ന്. ടീച്ചർ കൊടുക്കി, ജ്യൂസ് കൊടുക്കി. അച്ഛാ 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 അച്ഛൻ എന്താ വിളിച്ചിരിക്കണേ? ചിരിക്ക്. വിളിച്ചിരിക്കണ എന്താന്ന്? ഒളിച്ചിരിക്കൊന്നുമല്ല, ഞാൻ എന്റെ ഷർട്ടിന്റെ ബട്ടൺസ് പൊട്ടി പോയത് തപ്പുമായിരുന്നു. അച്ഛനോ അമ്മ വിളിക്കണ്ട്. എന്തിന്? അവിടെ ടീച്ചർ വന്നേക്കണ്. എന്നെ കൊണ്ട് പറ്റത്തില്ല, നീ പോയി പണി ഓടി. അച്ഛൻ ബട്ടൺസ് തപ്പട്ടെ. അച്ഛനെ വിളിക്കണ്ട്. എടി, ഞാൻ ആ വ്ളോഗ് ഒക്കെ എടുക്കാൻ പോയിട്ട് ആ പടം വേർത്ത് കുളിച്ച് നാറിയിരിക്കതേ. എനിക്ക് തന്നെ എന്നെ നാറും. അത് കുഴപ്പമില്ല, വാ. നീ പോയേ, ഞാൻ കുളിച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞാൽ മതി. നീ പോടി വണ്ണേ. അച്ഛൻ ഇതെന്ത് പറ്റി? സംതിങ് റോങ്. ഞാൻ കണ്ടുപിടിച്ചോളാം. അവസാനം ഞാൻ ആളെ വിളിച്ചു കൂട്ടി. മിക്കവാറും അയാൾക്ക് നല്ലത് കിട്ടിക്കാണും. അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ അമ്മേനെയും പങ്കളെയും തിരിച്ചറിയാൻ കഴിയാത്ത കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവനെ എന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി. അവനെയൊക്കെ വളർത്തി വഷളാക്കി തള്ളമാരെ പറഞ്ഞാൽ മതി. അച്ഛനെവിടെ? അച്ഛന് വരാൻ പറ്റില്ലാന്ന്. പറ്റില്ലാന്നോ? ടീച്ചറെ, ഞാനിപ്പോ വരാട്ടോ. അല്ല, നിങ്ങൾക്ക് എന്താ പറ്റിയേ? പനി. അങ്ങനെ പെട്ടെന്നല്ല ഒരു പനി വരുവോ? അത് പനിയോട് ചോദിക്കണം. അയ്യോ, കിരീടാ വിറയ്ക്കുന്നത്. തണുത്ത ഐസ് പോലെയുണ്ട്. ഉള്ളിലാ, ഉള്ളില് പനി ഉള്ളിലാ. ടീച്ചർ ഇറങ്ങാൻ നിൽക്കുക, ഒന്ന് വന്ന് കണ്ടിട്ട് വരാം. വരണോ? ആ, വന്നേ പറ്റൂ. വാ. അതിനെന്തിനാ ഇതെല്ലാം വെക്കുന്നത്? കണ്ണില് ഭയങ്കര ചൂടാ, തണുക്കാൻ വേണ്ടി. പിടിച്ചേ. പിടിക്കാവാ. വിറയ്ക്കുക. ഇപ്പൊ ഈ ഞരമ്പന്മാരുടെ ശല്യമൊക്കെ ഇങ്ങനെ കൂടി വരുവാ. നമ്മൾ ഈ കാരാട്ടയും കുസ്തിയൊക്കെ പഠിച്ചിരിക്കാൻ നല്ലതാ അല്ലേ? ആ ടീച്ചറെ, ഒരു പിങ്ക് ഷർട്ട് ഇട്ട് ബെർമൂടിയൊക്കെ ഇട്ട് ഇച്ചിരി തടിച്ചിട്ട് ഒരാളാണോ? ആ അതന്നെ. നിന്നെ അവനങ്ങനെ ശല്യപ്പെടുത്താൻ വന്നോടി? ഇല്ല അച്ഛമ്മേ, പക്ഷെ എനിക്ക് ആളെ മനസ്സിലായി. എന്റെ മക്കളുടെ ദേഹത്ത് ആരെങ്കിലും ഒന്ന് കൈവച്ച അവന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കും ഞാൻ. സരസ്വതിമ്മയുടെ തനി ഗുണം കാണും അവനെന്ന്.
എന്നാ കുളിര. ടീച്ചറെ ഇതാ പിള്ളേരെ അച്ഛൻ. ഇതെന്ത് പറ്റി? ഒമിക്രോൺ ആണെന്നാ തോന്നുന്നു. എടി ഇത് ഓമിക്രോൺ എന്ന് പറഞ്ഞ അച്ഛമ്മ അതൊരു വൈറസ് പനിയാ, കൊറോണയുടെ ഒരു പുതിയ വകഭേദ. ഒമിക്രിയോ? ഒമിക്രോൺ. ക്രോണോ? ക്രോൺ. അയ്യേ തീരെ വയ്യ ടീച്ചറെ. ശരി എന്നാ കാണാം. എന്നാ ശരി, ഞാൻ ഇറങ്ങും കേട്ടോ. മോനെ നന്നായിട്ട് പഠിച്ചോണം. ഞാൻ നന്നായി പഠിച്ചോളാം മിസ്സേ. ശരി ശരി. അച്ഛാ എന്നാ സത്യം പറ അച്ഛാ, അച്ഛനാ ടീച്ചറെ നേരത്തെ പരിചയില്ലേ? എവിടെ എനിക്കറിഞ്ഞോളൂ, ഞാൻ ആദ്യമായിട്ടാണ്. നോണ പറയരുത്. ഞാൻ എന്തിനാണ് പറയുന്നത്? ഇവന്റെ ടീച്ചറല്ലേ, പിന്നെ ഞാൻ എവിടെ വെച്ച് കാണാനാ? അച്ഛോ എന്നാ മോളെ? പുതിയ ഷർട്ടും ബെർമുടയും ഫ്രീക്കി ഫ്രീക്കി. മനസ്സിലാവണുണ്ട്. എന്തേ? എന്തോ ഒരു മണം. അമ്മേ, ആ ടീച്ചർ പറഞ്ഞ പൂവാലൻ അച്ഛനാണോന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ആണോ? എനിക്കറിയില്ല. ഞാനേ കൊട എടുക്കാൻ മറന്നു. ഇത് എന്റെ അച്ഛൻ നാണമില്ലടോ തനിക്ക്? ഛേ, ടീച്ചർ മുഖത്ത് നോക്കും. ദുഷ്ടൻ. നിനക്ക്